തിരുവനന്തപുരം കോർപ്പറേഷനിലെ മറ്റ് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ മറ്റന്നാളോടെ പ്രഖ്യാപിക്കുമെന്ന് കെ മുരളീധരൻ. 101 വാർഡുകളിലും രാഷ്ട്രീയ വിശകലന യോഗം സംഘടിപ്പിക്കും. സ്ഥാനാർത്ഥി പട്ടികയിൽ പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും കെ മുരളീധരൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കോൺഗ്രസ് ഇപ്പോൾ 48 പേരുടെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരു മുഴം മുമ്പെയാണ് ശബരിനാഥനെയൊക്കെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ഇനിയൊരു പ്രചാരണ തന്ത്രമായിട്ട് വരാൻ പോകുന്നത്? നാളെ മുതൽ ഞങ്ങളുടെ പ്രചാരണ ജാഥ ആരംഭിക്കുകയാണ്. ഏതാണ്ട് 12-ാം തീയതി വരെ 12-ാം തീയതി ഒരു വലിയൊരു മാർച്ചോടുകൂടെ ആണ് കോർപ്പറേഷൻ്റെ മുന്നിൽ മാർച്ചോട് കൂടിയിട്ടാണ് ഈ ജാഥ സമാപിക്കുന്നത്. അതിൽ ഞങ്ങൾ കഴിഞ്ഞ ഭരണസമിതിയുടെ അഴിമതികൾ, സ്വജനപക്ഷപാതം ഇതെല്ലാം ഞങ്ങൾ ഫോക്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളും അവിടെ ഞങ്ങൾ പ്രതിപാദിക്കുന്നതാണ്. ഒന്നാം ഘട്ടം ഈ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരുമ്പോൾ പാർട്ടിയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും പരമാവധി ഞങ്ങൾ തർക്കം പരിഹരിക്കാൻ നോക്കിയിട്ടുണ്ട്. ഒന്ന്, ബൂത്തിൽ നിന്ന് സിംഗിൾ നെയിമായിട്ട് വന്ന ഒന്നും ഞങ്ങൾ മാറ്റിയിട്ടില്ല. അതിൽ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. ബൂത്തിൽ യുനാനിമസ് ആണോ അവരെ കാൻഡിഡേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 10 ഇപ്പോൾ നിലവിലുള്ളത്. അത് എത്ര വർദ്ധിപ്പിക്കാനാണ് ശ്രമം? 51 and above. അതാണ് ഞങ്ങളുടെ സ്വാഗതം. നിലവിൽ ബാക്കിയുള്ള ലിസ്റ്റ് എപ്പോൾ പുറത്തു വരും? മിക്കവാറും 4-ാം തീയതി ഫൈനൽ ലിസ്റ്റാണ്, ഘടകകക്ഷികൾ ഉൾപ്പെടെ. നാളെ മുതൽ യാത്ര തുടങ്ങുകയാണല്ലോ. അതിന്റെ പ്രാരംഭ നടപടികളൊക്കെ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെ പ്രതിപക്ഷ നേതാവാണ് ആ യാത്ര ഉദ്ഘാടനം ചെയ്തത്. ഈ ശബരിനാഥൻ മുൻപ് MLA ആയിട്ടുള്ള വ്യക്തിയാണ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ജയിച്ചാൽ എങ്ങനെയായിരിക്കും അസംബ്ലി? ജയിച്ചാൽ അത് 5 കൊല്ലം നഗരസഭയുടെ വികസനത്തിന് വേണ്ടി അതിനൊപ്പം ഉണ്ടാവും. ശബരിനാഥൻ തന്നെയായിരിക്കും ജയിച്ചാൽ മേയറാം? അല്ല, അത് സാധാരണ സ്വാഭാവികമായിട്ടും ഞങ്ങളങ്ങനെ സാധാരണ മേയർ സ്ഥാനാർത്ഥി എന്ന് പറയാറില്ല. പക്ഷേ നമുക്കറിയാം, അദ്ദേഹത്തിന് ഒരാൾ മത്സരിക്കുമ്പോൾ വെറുതെ മത്സരിക്കില്ലല്ലോ. യുവാക്കളുടെ ഒരു നിരയാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികളിൽ നിങ്ങൾ യുവാക്കളെ കൂടുതൽ കൊണ്ടുവരണമെന്ന് കോൺഗ്രസിന്റെ ഒരു നയം തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ ഫീൽഡിലും യുവാക്കൾ വേണം. എന്നാൽ പഴയ ആളുകളെ തടയാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത്തരത്തിൽ യുവാക്കളുടെ ഒരു നിരയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആദ്യഘട്ട പട്ടിക പുറത്തു വരുമ്പോഴുള്ളത്. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം സെൻസർ ശോഭ ചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം.